സലീം കുമാർ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10:30-ഓടെയാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് 56 വയസ്സായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റിൽ കോമിക്കോള എന്നൊരു കോമഡി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലൂടെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ഒരുപാട് സിനിമകളിൽ ഒരു കോമഡി അവതരിപ്പിക്കുന്ന ഒരു നടനായിട്ട് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം അച്ഛൻ ഉറങ്ങാത്ത വീട് 2005-ൽ ഇറങ്ങിയ ഈ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ തന്നെ അഭിനയ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 2010-ൽ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 2017-ൽ സലിം കുമാർ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് 47ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് നേടിയിരുന്നു. അദ്ദേഹം വിനീത് ശ്രീനിവാസൻ്റെ കോഫി അറ്റ് MG റോഡ് എന്ന ഒരു ആൽബത്തിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. ആ ഒരു ആൽബം വലിയൊരു ഹിറ്റായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമാണ്.